വെച്ചാൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ത് പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കേരള ഗവൺമെൻറ് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് കൈവല്യ എന്ന പദ്ധതിയിലൂടെ എനിക്ക് വ്യക്തിപരമായിട്ട് സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് 50,000 രൂപ തന്നിട്ടുണ്ട്. 25,000 രൂപ എന്നാണ് സബ്സിഡിയാണ്. അതുപോലെ സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിൽ സഹകരണ ബാങ്ക് വഴി ലോണുകൾ തന്നിട്ടുണ്ട്. 50,000 രൂപ തന്നിട്ടുണ്ട്. അതിൻ്റെ പകുതി സബ്സിഡിയാണ്. ഇത്തരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ MP ആരായിരുന്നു? മുരളീധരൻ ഇവിടെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം, എന്തെങ്കിലും ഒരു പരിപാടി അയാളുടെ നേതൃത്വത്തിൽ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ആരോ ഒന്ന് പറയട്ടെ കൃത്യമായിട്ട്. എന്തെങ്കിലും ഒരു പദ്ധതി മുരളീധരൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് കോൺഗ്രസിന്റെ ആളുകൾ പറയണോ? ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരു നിമിഷം, ഞാൻ അങ്ങോട്ട് വരാം. കഴിഞ്ഞ 15 വർഷക്കാലം വടകരയിൽ MP ആയിട്ടുള്ളത് കോൺഗ്രസിന്റെ ആൾക്കാരാണ്. അതിൽ തൊട്ടപ്പുറമാണ് നാദാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ. നമുക്ക് അവിടെ കാണാം CPM-ന്റെ MP-മാർ, CPI-യുടെ MP-മാർ എല്ലാവരും അവരുടെ പേരിൽ കെട്ടിടവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. 15 വർഷക്കാലം ഈ നാദാപുരം ഹോസ്പിറ്റലിൽ ഒരു കെട്ടിടം പോലും ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസിന്റെ MP-മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ RCC പോലുള്ള ഒരു സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട്. അതുപോലെ മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് ആശ്രയമായിട്ടുള്ളതാണ് കോടിയേരിയിലുള്ള ക്യാൻസർ സെന്റർ. അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ പറ്റുമോ? ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ MP ഫണ്ട് ഉപയോഗിക്കുന്നില്ല. എനിക്ക് 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫാസിസവും മതേതരത്വവും തമ്മിലുള്ള പോരാട്ടമാണ്. ഇന്ത്യ ഭരിക്കുന്ന 10 വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയെ താഴെയിറക്കുക എന്നുള്ളതാണ് രാജ്യത്തെ മതേതര വിശ്വാസികളുടെ കർത്തവ്യം. ഈ കർത്തവ്യത്തിൽ ഇന്ത്യ മുന്നണിയാണ് ഈ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം നടത്തുന്നത്. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി കൊടുത്ത് രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് രാജ്യത്തെ മതേതര കക്ഷികളുടെ ബാധ്യത. ആ കക്ഷിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP ആയിരിക്കുന്ന വയനാടിൽ എന്തിനാണ് ഇടതുപക്ഷം പ്രത്യേകമായി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ, രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് രാജ്യത്ത് ഏത് ഗവൺമെന്റ് ഉണ്ടാക്കാനാണ് ഇവിടുത്തെ ഇടതുപക്ഷം തയ്യാറാകുന്നത്? രാജസ്ഥാനിൽ KC വേണുഗോപാൽ അവിടെയുള്ള സീറ്റ് BJP-ക്ക് കൊടുത്തിട്ട് ആലപ്പുഴ വന്നത് എന്തിനാ? രാജസ്ഥാനിൽ പറയാം രാജസ്ഥാനിൽ ഒരു സീറ്റ് രാജ്യസഭയിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടാലും കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസിന് അധികമായി രാജ്യസഭാ സീറ്റുകൾ ലഭിക്കുന്നത് ഈ അടുത്ത മാസങ്ങളിലാണ്. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, മറുപടി അവിടെ നിന്ന് പറയണം, ഇവിടെ നിന്നല്ല. രണ്ടാമത്തെ ചോദ്യം, CPM-ന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് CAA പിൻവലിക്കുമെന്ന്. ഞാൻ CAA സമരവുമായി ബന്ധപ്പെട്ട 4 കേസിൽ കല്ലാച്ചി കോടതി കയറി ഇറങ്ങുന്നവനാണ്. CPM ഭരിക്കുന്ന കേരളത്തിൽ, CPM ഭരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ 4 കേസ് എനിക്കുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 156 കേസ് സിറ്റിസൺസ് അമെന്റ്മെന്റ് ആക്ടിനെതിരെ സമരം ചെയ്തിട്ട് പിൻവലിക്കാതെ കിടക്കുന്നത്. ഇവരാണോ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന് പറയുന്നത്? വിശ്വസിക്കാൻ കഴിയില്ല. അതായത് ആദ്യം CA പിൻവലിക്കുമെന്ന് പറയുന്നവർ ആദ്യം കേസ് പിൻവലിക്കണം. ചോദിച്ചോ. എനിക്ക് പ്രധാനമായും ഇവിടുത്തെ BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും ഇതിപ്പോ രണ്ടും റോബസ്റ്റ് പയം പോലെയാണ്. അത് തൊട്ട് നോക്കിയാൽ മാത്രമേ ഏതാണ് BJP ഏതാണ് കോൺഗ്രസ് എന്ന് പറയാൻ പറ്റുള്ളൂ. പച്ചയാണ്. പക്ഷെ ഞെക്കി നോക്കിയാലാണ് മനസ്സിലാവും ഏതാ BJP ഏതാ കോൺഗ്രസ്. അതാണ് ഉറങ്ങാൻ കിടന്നാൽ കോൺഗ്രസ് ആണ്, ഉണരുമ്പോ BJP ആണ്. ഈ ഇരിക്കുന്ന വിനോദ് ഏത് ദിവസം BJP ചേരുമെന്ന് ആർക്കും നിശ്ചയമില്ല. പിന്നുള്ളത് എനിക്ക് പറയാനുള്ളത് വയനാട്ടിലെ കാര്യമാണ്. ലീഗിന്റെ പച്ചക്കൊടി പിടിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലീഗിന്റെ പച്ചക്കൊടി പിടിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആടുജീവിതം പോലെയാണ്. ലീഗിന്റെ കൊടിയില്ലാതെ ബലൂണാണ് പിടിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ റോബസ്റ്റ പഴം എങ്ങനെയിരിക്കും? അവിടെ രാഷ്ട്രീയ മുന്നണിയില്ല. ഇല്ല, നേരത്തെ ഇവിടെ പറഞ്ഞ് ഷാഫി പറമ്പലിന് എന്തടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുക, ഏത് നിമിഷവും ഷാഫി പറമ്പിലി BJP-യിലേക്ക് പോകും എന്നല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ആരായി പറയുന്നത്? പശ്ചിമ ബംഗാളിൽ 35 വർഷക്കാലം ഭരിച്ച, അതുപോലെ തന്നെ പിന്നെ
ത്രിപുരയിൽ വരച്ച ആ ടീം ഫുള്ള് മൊത്തത്തിൽ BJP പോയിട്ട് എല്ലാരും നിന്നിട്ടാണ് ഇവിടുന്ന് ചോദിക്കുന്നത് ഷാഫി പറമ്പിൽ BJP-യിലേക്ക് പോകില്ലാന്ന് എന്തായിരുന്നു ഉറപ്പെന്ന്. പശ്ചിമ ബംഗാളിൽ തീർത്ത് BJP-യിലേക്ക് പോയി. ഒരു പാർട്ടി ഓഫീസ് അടക്കം BJP-ന്റെ പാർട്ടി ഓഫീസ് ആക്കി. എന്നിട്ടാ ഇവിടെ ചോദ്യം. ചോദിച്ചോ. ഒന്ന് ചോദ്യം UDF-ന്റെ പ്രതിനിധിയോടാണ്. UDF-ന്റെ പ്രതിനിധികളുടെ ചോദ്യം ഒന്ന്, കേരളത്തിലെ കോൺഗ്രസിന് ഈ രാജ്യത്തെ തൊഴിലാളികളോടുള്ള സമീപനം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം UDF-ന്റെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ KK രമയും അച്ചുമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത പ്രകടനത്തിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപഹസിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം ആ പ്രകടനത്തിനകത്ത് ഉയർന്നു. അതിന് കോൺഗ്രസ് മറുപടി പറയണം. മറ്റൊരു കാര്യം ഇവിടെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചും അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചും പറഞ്ഞു. ഞാനിവിടെ നിൽക്കുന്ന നാദാപുരം ടൗണിൽ നിന്ന് കേവലം 2 കിലോമീറ്റർ പരിധിയിലാണ് നരിക്കാട്ടരി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവിന്റെ തൊട്ടടുത്ത പ്രദേശം. അവിടെ 5 മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരെ കൊലപാതക രാഷ്ട്രീയ, അതായത് ബോംബ് പൊട്ടിയിട്ടാണ് യൂത്ത് ലീഗിന്റെയും MSF-ന്റെയും പ്രവർത്തകർ നേതാക്കന്മാരാണ് ഒരാൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടത്. മറുപടി ഈ ബോംബ് നിർമ്മാണമൊക്കെ ഈ നാടിന് അറിയാമെങ്കിൽ ഇതൊക്കെ നിർമ്മിച്ചു വല്ല പൂരത്തിനും കൊടുത്തൂടെ? ഒരു നിമിഷം സാർ, ഒറ്റ ചോദ്യം. നോക്കൂ, ഇവിടെ എന്താണ് സ്ത്രീകൾക്ക്